ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ താരം. എനിക്കിന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 6 മാങ്ങയാണുള്ളത്. നല്ല പച്ച മാങ്ങയാണ്, നല്ല പുളിയുള്ള പച്ച മാങ്ങയാണ്. നമ്മൾ ഇത് മാങ്ങ അച്ചാറിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മാങ്ങ ഇതുപോലെ പുളി എടുക്കുക. ആദ്യമായിട്ട് മാങ്ങ അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊന്നും പൂൾ ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെറിയ വലിപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ വലിപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞെടുക്കുക. നമ്മൾ കടുമാങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ കടുക് നല്ലതായിട്ട് പൊതിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള കടുമാങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ കണ്ണിമാങ്ങ ഉള്ളവരാണ് അതേ ഉള്ളൂ എങ്കിൽ കണ്ണിമാങ്ങ വെച്ച് വേണമെങ്കിലും ഇതുപോലെ അച്ചാറിടാം. നമ്മൾ ആദ്യം അതിനകത്ത് വേണ്ടുന്ന ചേരുവകൾ ചേർക്കാൻ പോവുകയാണ്. ഞാൻ എടുത്ത മാങ്ങയുടെ ആവശ്യാനുസരണം, ഞാനിപ്പോൾ 6 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള അത്യാവശ്യം വലുപ്പമുള്ള 6 മാങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് അതിന് എരിവും വേണം, ഉപ്പും വേണം. അപ്പോൾ ചേരുവകൾ ആഡ് ചെയ്യുകയാണ്. ആദ്യം മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മൾ 6 ടേബിൾ സ്പൂണോളം ഇടുകയാണ്. എല്ലാം ആ എടുക്കുന്ന ആ സ്പൂണിൻ്റെ അളവിന് തന്നെയാണ്. അത് 1/2 ടേബിൾ സ്പൂൺ, ആ സെയിം സ്പൂണിന് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുന്നോട്ട് നിന്നാലും കുഴപ്പമില്ല, ഇതിൻ്റെ പുളി ഇറങ്ങുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഉപ്പ് ആവശ്യം, അതൊരു കൈക്കണക്കാണ്. പിന്നെ കായപ്പൊടി, ഉലുവാപ്പൊടി, ഇത് രണ്ടുമാണ് എൻ്റെ രാജാവെന്ന് പറയുന്നത്. ഉലുവാപ്പൊടി ആ സ്പൂണിന്, ആ എടുത്ത സ്പൂണിന് 1/4 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ കായപ്പൊടി എടുക്കുകയാണെങ്കിൽ അതും ആ എടുത്ത ടേബിൾ സ്പൂണിന് 1/4 ടേബിൾ സ്പൂൺ. ആ രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇത് എല്ലാം ചേർത്ത് മാങ്ങ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടിവകകളെല്ലാം ചേർത്ത് മാങ്ങ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് അത് അതിനകത്ത് യോജിച്ച് പിടിക്കണം. ആ രീതിയിൽ മിക്സ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് പൊടിയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഇത് നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. അതെല്ലാം ആ മാങ്ങയിൽ പിടിക്കണം. കുറച്ച് നേരം അതൊന്ന് പിടിച്ചിരുന്നോട്ടെ. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് കുറച്ച് കടുവറുക്കാൻ ആവശ്യത്തിനുള്ള കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കുകയാണ്. ഇടികല്ലിൽ വെച്ച് ചതച്ചെടുക്കണം, മിക്സിയുടെ ജാറിലിട്ട് ചതയ്ക്കരുത്. നമ്മൾ ചൂടാക്കാനായിട്ടുള്ള പാനോ, നിങ്ങളുടെ ഏത് പാത്രം അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ചീനിച്ചട്ടിയാണ് വെച്ചേക്കുന്നത്, ഇരുമ്പട്ടി. അത് അടുപ്പിൽ വെക്കുക. അത് ചൂടായി കഴിയുമ്പം, നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ മാത്രം അതിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് നല്ലെണ്ണയാണ് സാധാരണ അച്ചാറിടാനായിട്ട് ബെസ്റ്റ്, ഞാൻ കേട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. ചിലർ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നവരുണ്ട്. നല്ലെണ്ണയിലാകുമ്പോൾ കുറച്ച് നാൾ ഇരിക്കും, കനപ്പ് വരാതെ ഇരിക്കും എന്നാണ്. അപ്പം നല്ലെണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക്, വറ്റൽമുളക്, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ചേച്ചി ഈ വീഡിയോ കണ്ട് ചെയ്യാത്തവർ, പിന്നെ ഈ വീഡിയോ കണ്ട് അച്ചാറിടണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ചെന്ന് കടുക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കടുക് പൊട്ടുമ്പം ചെന്ന് അടുത്ത് ഇതേപോലെ ചെന്ന് ഇങ്ങനെ നിന്ന് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഈ കറിവേപ്പിലയും പച്ചമുളകൊക്കെ പച്ച സാധനങ്ങളാണ്, അതിടുമ്പം എണ്ണ തെറിക്കും, മുകളിലോട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ചതച്ച് വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ ഇതുപോലെ ഇളക്കുക. കരിഞ്ഞു പോകരുത്, മൊരിഞ്ഞ് വന്നാൽ മതി, കരിഞ്ഞു പോകരുത്. ആ രീതിയിൽ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം അതനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കണം. ഒരുപാട് കൂടുതലായിട്ട് ഫ്ലെയിം ഇട്ട് കൊടുക്കരുത്. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മളിവിടെ ഒരു 5 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് കീറിയാണ് ഇടുക. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളി ആണെങ്കിൽ, വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 പീസ്, ഇച്ചിരി വെളുത്തുള്ളി കൂടുതൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും 5-6 പീസ് എടുക്കുക, അത് കീറി ഇടുക. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ഒരു കഷ്ണം എടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇഞ്ചിയുടെ കുത്തലായിരിക്കും കുറച്ച് മുന്നോട്ട് നിൽക്കുക, ഇഞ്ചി തോനെ എടുത്തു കഴിഞ്ഞാൽ. നമുക്ക് മാങ്ങാച്ചാറാകുമ്പോൾ മാങ്ങയുടെ ഇതാണ്.
ഇഞ്ചി വെളുത്തുള്ളി അച്ചാറിടുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് എടുക്കുക. അപ്പം ഏകദേശം ഇത് മൂത്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ സൈഡിലോട്ട് ഇളക്കി മാറ്റി വെച്ചിരുന്ന ആ മാങ്ങ അച്ചാർ, മാങ്ങ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൂത്ത് വന്ന ആ എണ്ണയ്ക്കകത്ത് ഇടുന്ന സമയത്ത് ഫ്ലെയിം ഒന്നുകിൽ ഓഫ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ തീരെ കുറച്ചിടുക. എന്നിട്ട് ആ നമ്മൾ പൊടിയെല്ലാം ചേർത്ത് പൊതിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് തട്ടിയിടുക. ഒരുപാട് ചൂടാകരുതേ, വെന്ത് പോകരുത്. മാങ്ങ അതിലേക്ക് തട്ടിയിടുമ്പോൾ വെന്ത് പോകരുത്. അങ്ങ് വെന്ത് മാങ്ങ അച്ചാറിട്ട് കഴിക്കാൻ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊക്കെ ഇരിക്കണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വാടിപ്പോകരുത് മാങ്ങ. പിന്നെ ആ വിനെഗറും കൂടെ ചേർത്ത്, വിനെഗർ ഓപ്ഷണലാണ്, ചേർക്കുന്നവർക്ക് ചേർക്കാം. ഞാൻ വിനെഗർ ചേർത്തിട്ടുണ്ട്. അതിനകത്ത് ചരുവത്തിൽ നമ്മൾ മാങ്ങ ഇട്ട് വെച്ചിരുന്ന ചരുവുണ്ടല്ലോ, ആ പാത്രത്തിൽ തന്നെ വിനെഗർ ഒഴിച്ച് ആ വെള്ളം തന്നെയാണ് കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് വിനെഗർ. അത് ഇവിടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ചേർത്ത പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. തീർന്നു, കലാപരിപാടി കഴിഞ്ഞു, ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ മാങ്ങ അച്ചാർ, കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കടുക് ചിലർക്ക് കടുക് അടിക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കടുക് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ കടുമാങ്ങ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.